friends and families, welcome to Cafe Sulaimani. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിങ് ആൻഡ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. വേറെ ഒന്നുമില്ല, ഒരു ട്രൈപോഡാണ്. രണ്ട് തരം ട്രൈപോഡുണ്ട്. ഒരു പ്രൊഫഷണൽ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രൈപോഡാണ്. ഒന്ന് സൊമി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ട്രൈപോഡ്, പിന്നെ വേറെ ഒന്ന് ST എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഇവാലുവേഷനും എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ക്യാമറാസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാണ്. എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം. ഇത് എത്രയാണെന്നുള്ളത് ഇതിൻ്റെ ഹൈറ്റ് ഇത് പറയാം. ഇത് എന്തൊക്കെയാണ് ഇതിൽ ഓരോന്നിലും ഉള്ളതെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് അനാലിസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ലെവലിംഗ് ഇതുണ്ട്, റീഡിങ് ഇതുണ്ട്, ഇതിലും ഉണ്ട്. പിന്നെ ബാക്കി ഇതിന് 360 180 ആയിട്ട് ഇത് മാറ്റാൻ പറ്റും. 180 ഇവിടെയും ഉണ്ട്. പിന്നെ 360 റൊട്ടേഷനും ഉണ്ട്. ഇതിലും അതുപോലെ തന്നെ ST എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ST എന്നുള്ളതാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഇത് സൊമ എന്ന് പറഞ്ഞിട്ടുള്ള സൊമ എന്നുള്ള ബ്രാൻഡ് ഇവിടെയാണ് അതിൻ്റെയൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിലും 180 360 റൊട്ടേഷൻ ഉണ്ട്. 180 ഇത് ക്യാമറ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ടിൽറ്റിംഗ് ഹെഡ് ഇത് ഊരിയെടുക്കാം. ഇതിങ്ങനെ ഇത് ഊരിയെടുക്കാം, അതിലും എടുക്കാം. പിന്നെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ മൂവ് ചെയ്യാം. 360 മൂവ് ചെയ്യുന്നതിന് ഇതാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് അപ്പ് ആൻഡ് ഡൗൺ 180 ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 180 ക്യാമറ സൈഡിലോട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് റിലീസ് ചെയ്താൽ ഇതിന് ഹൈറ്റ് ഇങ്ങനെ സ്ക്രോൾ അപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഇതുണ്ട്. പിന്നെ എല്ലാം പ്ലാസ്റ്റിക് ആണ്. ഈ ഫ്രെയിം മാത്രം അലൂമിനിയം ആണ്. ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ഇതാണ് മെറ്റീരിയലാണ്. സ്ക്രൂവും ഇതെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ആണ്. ഈ ഫ്രെയിം മാത്രം. പിന്നെ ഇവിടെ ഇങ്ങനെ ലോക്കുണ്ട്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോകത്തില്ല, ലോക്കായിട്ടിരിക്കും ലെഗ്. പിന്നെ ഓരോ ലെഗും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് മറ്റേതിലും അതേപോലെ തന്നെ ലെഗ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ നോബ് ഇളക്കി കഴിഞ്ഞാൽ അപ്പ് ചെയ്യാനുള്ള ഇതില്ല, ലിവറില്ല. പക്ഷേ കൈ കൊണ്ടാണ് അപ്പ് ചെയ്യുന്നത്, ഇവിടെ ടൈറ്റ് ചെയ്യുന്നത്. ഇത് ലൂസ് ചെയ്തിട്ട് ഈ ലിവർ നമുക്ക് പൊക്കി എടുക്കാൻ പറ്റും. ഇതിങ്ങനെ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ ടെലിപോഡായിട്ട് എടുക്കാൻ പറ്റും. ട്രൈപോഡല്ല, ടെലിപോഡ്, സിംഗിൾ പോഡായിട്ട്. ഇത് നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ സിംഗിളായിട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇതിൻ്റെ ടിൽറ്റ് ഹെഡ് എടുക്കുക. എന്നിട്ട് ക്യാമറയുടെ എന്നിട്ട് ഇത് സിംഗിൾ ടെലിപോഡ് എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഇതിൽ ഈ ലിവർ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഈ ലിവർ വെച്ചാണ് ഫിക്സ് ചെയ്തിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് പറയാം. എന്നിട്ട് ഈ ടെലിപോഡിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ഏതാണ്ട് ഒരു 57 ഇഞ്ച് ഇത് ഇപ്പോൾ ഇത്രയും ഹൈറ്റ് ചെന്നിട്ട് നമുക്ക് ക്യാമറ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നമുക്കിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഏതാണ്ട് എൻ്റെ ഹൈറ്റ് തന്നെ ഉണ്ട്, ഒരു 5'9" ആണ്.
പക്ഷേ ഇത് 6 ഫീറ്റിൻ്റെ 5 ഫീറ്റിൻ്റെ 5 ഫീറ്റ് 9ൻ്റെ ഒരു കുറച്ച് കുറവുണ്ട്. ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സിംഗിൾ പോഡായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രയോജനമുണ്ട്. ക്യാമറ ഇത് ചെയ്യാം ഉണ്ടോ. പിന്നെ ഇത് വെച്ചിട്ട് 180 നമുക്ക് ഇങ്ങനെ ക്ലോസപ്പ് ചെയ്യാം. ലൂസാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ 180 ഇങ്ങനെ എടുക്കാം. 360 റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഇതുണ്ട്. ഇതിൻ്റെ ലോക്കിംഗ് എനിക്കത്ര ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. ഒരു ലോക്കിംഗ് നമ്മളിങ്ങനെ തിരിക്കണം. അത് മാത്രമാണ് ഞാൻ കാണുന്ന ഒരു ന്യൂനത. ഈ ലോക്ക് ചെയ്ത് വീണില്ലെങ്കിൽ ഈ ക്യാമറ താഴോട്ടങ്ങ് പോകാനുള്ള സാധ്യത. അപ്പം ഇതാണ് എൻ്റെ ടെലിപോഡിൻ്റെ ഇത്. ലോക്ക് ചെയ്യണം, ക്യാമറ താഴെ പോകും. 360 ഉണ്ട്, 180 പറ്റും, പിന്നെ ഇതിൻ്റെ ഈ 180 പറ്റും. ഇങ്ങനെ പറ്റും. സൈഡ് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനും അതിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഹാൻഡിലുണ്ട്. നമുക്ക് ഒരു മൂവ് ചെയ്യാനുള്ള ഒരു എവിടെയും കൊണ്ട് പെട്ടെന്ന് പോകാനും ഹാൻഡിലുണ്ട്. അത് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇതിന് ഹാൻഡിലില്ല. ഇതിൽ തന്നെ പിടിക്കണം, അത്രേ ഉള്ളൂ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഒരു ലെവല് 3 ഹൈറ്റ് ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ലെവല് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിൻഡ് ഇതാവാതിരിക്കാൻ വേണ്ടി വെയിറ്റ് നമുക്ക് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റേബിളായിട്ടിരിക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷൂസ് എന്ന് പറയുന്നത് ലെഗ് ഷൂ എന്ന് പറയുന്നത് നല്ല 360 മൂവ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സർഫസിൽ അതനുസരിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഷൂസ് നല്ല ഹാർഡ് സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ 360 പോവും. അത്ര പോലെ ഇങ്ങനെ ലൂസായിട്ട് വരുന്നില്ല. പക്ഷേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഷൂസിനെ സീറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഏതാണ്ട് 1.2 kg ആണ് അൺപാക്ക്ഡ് വെയിറ്റ്. പാക്ക്ഡ് വെയിറ്റ് വരുമ്പോൾ ഇതിന് 1.5 kg വരുന്നുണ്ട്, ബാഗും എല്ലാം കൂടെ വരുമ്പോൾ. സൂമയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 147 സെൻറ്റിമീറ്ററും 57.8 ഇഞ്ച് ഹൈറ്റുമാണ് ഇതിൻ്റെ ഹൈറ്റ്. ടെലിപോഡിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് ടെലിപോഡ് മാത്രമാണ് 152 സെൻറ്റിമീറ്ററും 59.8 ഇഞ്ച് ആണ് വരുന്നത്. 150 ക്വാളിറ്റിയിലും ഓക്കെയാണ്. ഐ ആം ഹാപ്പി. ഈ ലോക്ക് ചെയ്യുന്നത് മാത്രം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ഇത്തിരി പാടുപെടും. ആ ലോക്കായോ ഇല്ല എന്നുള്ളത്. ഈ ട്രൈപോഡ് ഫിക്സ് ആവുന്നതിന് ലോക്ക് ചെയ്യുന്നത് അത് മാത്രം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലി നമ്മൾ ഹാൻഡ് വെച്ച് തന്നെ ചെയ്യണം. എന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അത് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിലാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് പറയുന്നത് 140 സെൻറ്റിമീറ്റർ ഹൈറ്റും 55 ഇഞ്ച് ആണ് അതിൻ്റെ ഹൈറ്റ്. ഹൈറ്റ് വൈസിൽ സോമിയാണ് ഹൈറ്റ് ഇത്തിരി കൂടുതൽ, ഒരു 7 ഇഞ്ച് കൂടുതലുണ്ട്. ഇതിന് 7 ഇഞ്ച് കുറവാണ്. ബട്ട് ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ലിവറും ഈ ഹാൻഡിലൊക്കെ വരുന്നത് കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് വരുന്നുണ്ട്. ഹൈറ്റ് പറയുന്നത് 140 സെൻറ്റിമീറ്റർ ഓർ 55 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വൈസ് ഇതിന് ഒരു 7 സെൻറ്റിമീറ്റർ കുറവാണ് നമ്മുടെ സോമയേക്കാൾ. ബാക്കി എവറിത്തിങ് ഈസ് ഓക്കെ. നമുക്ക് ഇതെല്ലാം ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലെഗ് ലോക്ക് ചെയ്യുന്നതൊക്കെ വളരെ പ്രൊഫഷണൽ ആൻഡ് നല്ല ലോക്കാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ മെയിൻ ബോർഡ് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രൈപോഡിൻ്റെ വിശേഷങ്ങൾ. എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ബൈ റെക്കമെൻഡേഷൻ ഞാൻ ചിലപ്പോൾ ബോത്ത് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ST ആണ്. ബൈ കംഫർട്ടും ഈ ഹാൻഡിലും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഫിനിഷിങ് ഈ ക്രൈം ഉള്ളത്. നിങ്ങൾക്ക് ടെലിപോഡും കൂടെ ഉപയോഗമാണെങ്കിൽ നിങ്ങൾക്ക് സോമയെ തന്നെ സെലക്ട് ചെയ്തു ട്രൈപോഡ് വിത്ത് ടെലിപോഡ്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ് അതിൻ്റെ നീഡ്സ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ ബൈ, സലാം, ടേക്ക് കെയർ.